നിവേദനവുമായി എത്തിയ വയോധികനെ മടക്കി അയച്ച സംഭവത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്ത് ചെയ്യാമെന്നതിൽ തനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നാണ് പ്രതികരണം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വേലായുധന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്നതിൽ സന്തോഷമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിവേദനവുമായി എത്തിയ കൊച്ചു വേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് CPIM അറിയിച്ചിരുന്നു. തൃശൂർ പുള്ളിൽ നിവേദനവുമായി എത്തിയയാളെ സ്ഥലം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മടക്കി അയച്ചത് വിവാദമായിരുന്നു. ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം. പൊതുപ്രവർത്തകനായ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യമുണ്ട്. തനിക്ക് പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ല. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്നതാണെന്നും മറ്റൊരു പാർട്ടി കൊച്ചുവേലായുധന് വീട് വച്ചു നൽകുന്നതിൽ സന്തോഷമെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ വിശദീകരിച്ചു. നിവേദനം നിരസിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടിക്കെതിരെ കടുത്ത വിമർശനമുയർന്നതിന് പിന്നാലെ CPIM തന്നെ വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കൊച്ചുവേലായുധനും സന്തോഷം പ്രകടിപ്പിച്ചു. എനിക്കിപ്പോൾ എങ്ങനെയായാലും ആരായാലും കിടക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. ഇത് സന്തോഷമായിട്ട് നിൽക്കണപ്പോൾ ഇത് കേട്ടപ്പോൾ. 2 വർഷം മുൻപ് മഴയിലും കാറ്റിലുമാണ് പുള്ളു സ്വദേശി കൊച്ചുവേലായുധന്റെ 5 അംഗ കുടുംബം താമസിച്ചിരുന്ന വീട് തകർന്നത്. വീട് വാസയോഗ്യമല്ലാതായതിനാൽ മുൻവശത്തെ കാലിത്തൊഴുത്തിൽ കുടുംബം താമസം തുടങ്ങി. ഇതിനിടെയാണ് ദുരവസ്ഥയിൽ പരിഹാരം തേടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം സമർപ്പിക്കാനെത്തിയത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.